സ്വന്തമായി എത്ര റോൾസ് റോയ്സ് ഉണ്ട്? റോൾസ് റോയ്സിൽ എനിക്ക് ഫ്രൈഡേ 14 കോടിയോ? ഈ കിടക്കണത് എന്താണെന്നറിയോ? ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. നമ്മുടെ അബാദിൻ്റെ ഈ മുറ്റത്ത് കിടക്കുന്നത് ഒരു വമ്പൻ സാധനമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ റോൾസ് റോയ്സ് ആണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റോൾസ് റോയ്സ് അടുത്ത് കാണുന്നത്. അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ ടാക്സി എഴുതിയിരിക്കുന്നത്? ഇത്രയും കോടികൾ വില വരുന്ന ഈ ഒരു കാർ എടുത്തിട്ട് ബോബി സാർ ആവശ്യക്കാർക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കുവാണ് വാടകയ്ക്ക്. 25,000-28,000 രൂപയ്ക്കൊക്കെയാണ് ഇത്രയും കോടികൾ വില വരുന്ന വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു, സാർ എന്നാണ് ഇത്രയും കോടികൾ വില മതിക്കുന്ന ഈ ഒരു കാറൊക്കെ ഇത്രയും കുറഞ്ഞ റേറ്റിനൊക്കെ കൊടുക്കുന്ന ആളുകൾക്കെന്ന്? അപ്പോൾ ബോബി സാർ പറഞ്ഞു, എല്ലാവരുടെയും സന്തോഷമാണ് നമുക്ക് മുഖ്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഇതാണ് റോൾസ് റോയ്സ് കണ്ടിട്ട് ആവേശം പൂത്തിട്ടാണല്ലേ? എന്താണ് അവിടെ ഒന്ന് തൊട്ട് നോക്കൂ, എന്തെങ്കിലും റോൾസ് റോയ്സ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അതെ, സ്വന്തമായി എത്ര റോൾസ് റോയ്സ് ഉണ്ട്? റോൾസ് റോയ്സിൽ എനിക്ക് ഫ്രൈഡേ എന്നൊരു കാർ ഉണ്ട്. അതെ, സബ്സ്ക്രൈബ് ടു സഞ്ജു ടെക്. ഇത് ടെക്നിക്കാണ് സഞ്ജു ടെക്കിയുടെ. നിങ്ങൾ തുടർന്നും റോൾസ് റോയ്സ് ഫാൻഡത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ചേച്ചി പറയുന്നതാണ് ഞാൻ പോകുന്നത്. അതെ, സഞ്ജു ടെക്കിയുടെ മുഴുവൻ ടീമും ഉണ്ട് കേട്ടോ ഇവിടെ. യോയോ ടീംസ്. ഈ സഞ്ജു ടെക്കിനെ കണ്ടിട്ടാണ് ഇത്ര ശങ്കരൻ വ്ലോഗ്സിന് ഇത്ര ഊർജ്ജം വന്നത്. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണേ, ചുമ്മാതല്ല, ഇങ്ങനെ കിടന്ന് കൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഊർജ്ജം കെട്ടതായിരിക്കും അല്ലേ? എന്താണ് എനർജി കിട്ടാൻ വേണ്ടിട്ട് കഴിക്കുന്നത് സഞ്ജു? അത് നോർമലി നിങ്ങൾ എല്ലാവരും കഴിക്കുന്നതാണ്, പക്ഷേ ഇത് എനിക്ക് പണ്ടോട്ട് വന്ന ഇൻബോൺ ആണ് അല്ലേ? അത് ഹെറിഡിറ്ററി ആണ്. അത് നമ്മുടെ സഞ്ജു ടെക്കിയുടെ കൂടെയല്ലേ നമ്മുടെ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്രണ്ട് ഈ സഞ്ജു ടെക്കി കാണുമ്പോഴേ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആഘോഷമാണ്. വേറെ ലെവലാണ് അത്. നമ്മൾ എപ്പോഴും അതെ തരംഗമാണ്. എന്നാലും അമ്മയ്ക്ക് ഷേക്ക് കൊടുത്തപ്പോ ആ വള 2 ഷേക്കിന്റെ ഉള്ളിൽ മുക്കിച്ച് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ പറയാ, അമ്മ വെയിലത്ത് നിന്ന് ഇങ്ങനെ കേറി വന്നിട്ടേ ഒറ്റയ്ക്ക് ഷേക്ക് കഴിക്കണുണ്ടപ്പോ എന്നാടാ പന്നേന്നോ എന്താണ് ദ്രോഹി നീ ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല പാവോ. അല്ല, അങ്ങനെ വിളിച്ചിട്ട് അമ്മ വിചാരിച്ചു അമ്മയ്ക്ക് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ മോൻ സ്വർണ്ണവളയൊക്കെ കൊടുത്ത് അതെ കണ്ടില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോ ഒന്ന് മുഖം കാണിച്ചതല്ലേ വിചാരിച്ചേ. ഞാൻ വീഡിയോ കാണാറുണ്ട്. അതെ, ഓക്കെ. ഇന്ത്യ മൊത്തം ഒറ്റക്ക് സൈക്കിളിൽ പോയാലോ? ആണല്ലേ? അത് ശരി. ഏതാ ചാനലില്? മിൽജോ ട്രാവൽ യോഗ. എല്ലാരും ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്നു. അതെ 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 അതെ. നമ്മുടെ പേരൊന്ന് പറഞ്ഞോളൂ. റോണിക്ക. വെറോണിക്ക ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് നമ്മുടെ എബി വ്ളോഗ്സ്. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഇല്ലേ? ഇല്ല അല്ലേ? ഇന്നലെ ഇതില് നടന്നു പോകുമ്പോ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. പറഞ്ഞു, പക്ഷെ ഓർക്കുന്നില്ല. എന്നെ ഓർക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. എവിടെ കാണാത്തൊരു മുഖമാണ് എന്റെ. ഇനി ഇത് നമ്മുടെ കൊറേ റേഞ്ച് റോവർ ഒക്കെ എന്താ കിടക്കുന്നത്? ഇത് ആരുടെയാ? ഞങ്ങൾ സംസാരിക്കുമായിരുന്നേ, കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെയും കൂടി ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ സഞ്ജു എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അത് എഫേർട്ട് അല്ല, അത് ഫ്രണ്ട്ഷിപ്പ്. അതന്നെ, നോട്ട് എഫേർട്ട്. അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ് അത്. പക്ഷേ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. ഭയങ്കര വിശാലമായ മനസ്സിലേക്ക് മാത്രം പറ്റുന്ന സാധനം ഫ്രണ്ട്സ്. അതെ അതെ, നല്ല തല്ലുപൊളി, നല്ല തല്ലുപൊളിപ്പം ഫ്രണ്ട്സും വേണം. ശരി, ഇതാ എന്റെ ദൈവമേ, എന്റെ ഈ വീഡിയോയിൽ സഞ്ജു ടെക്കിയുടെ മുഖം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ? അതെ അതെ. അല്ല, സഞ്ജു ടെക്കിയുടെ അല്ല അങ്ങനെയല്ല, ഞാൻ വിചാരിച്ചത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നക്കാരനായിരിക്കും ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോഴേ. അല്ല അങ്ങനെയല്ലേ, നമ്മളടുത്തൊന്നും വരില്ല, നമ്മളടുത്ത് സംസാരിക്കില്ല എന്നൊക്കെ കേട്ടപ്പോഴേ. പക്ഷെ ഇത് സഞ്ജു ടെക്കി വേറെ ലെവലാണ് കേട്ടോ. ഈ പറയുന്നൊന്നും ചുമ്മാതല്ലേ, വേറെ വൈബാണ് ഇദ്ദേഹത്തിന്. പൊക്കി വിടല്ല കേട്ടോ. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യം. പോവാണോ എന്നിട്ട് ഇപ്പോ?
വേണ്ടതാക്കി കേക്കാണോ? ഇല്ല കഴിച്ചോളൂ. വേണ്ട ഞാൻ ചേച്ചി തന്നല്ലേ. കേക്ക് ഞങ്ങളിവിടെ കേക്ക് കഴിക്കുകയാണ്. ബർത്ത്ഡേ ആണ്. ആരുടെയാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നാണോ? ഒരുപാട് പ്രായമായി തോന്നുന്നു. സഞ്ജുവിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിടാൻ പോവാണ്. സഞ്ജു എന്നാണ് വിവാഹം? വളരെ വളിപ്പൻ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ? ഗേൾഫ്രണ്ട് പോയി എന്നെ വിട്ടു പോയി. ആർക്കാണ് എന്നെ ഏറ്റവും ഇഷ്ടം? അതെ ചുമ്മാ 23 വയസ്സായിട്ടുള്ളൂ. 26. ഫ്രണ്ട്സ് ആണ് വിചാരിച്ച പ്രായം ഇങ്ങനെ കുറച്ച് പറയുന്നു വേണ്ട. അതൊന്നും ഇറക്കിയല്ലേ പറയാൻ വേണ്ടിട്ട് മനസ്സിലായില്ല. ഒരേ പ്രായം പറഞ്ഞു. ഇല്ല, ആദ്യമായിട്ട് ഞാനൊരു റോൾസ് റോയ്സ് തൊടാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് കെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. ഒരു ഉമ്മയോടെ കൊടുത്തോളൂ. ഇതൊക്കെ എന്താ ആക്ച്വലി? ഇത് സംശയിച്ചു. അല്ല, ഇത് പെയിന്റ് അല്ല, ഇത് സ്റ്റിക്കറാണ്. സ്റ്റിക്കറാണ് അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ ബോബി സാറ് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ഫാനൊക്കെ അല്ലേ? ഹെലികോപ്റ്ററിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ബോബി ചെമ്മണ്ണൂർ. നോക്കൂ, ഇതിനകത്ത് ബോബി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ബോബി ഹെലി ടാക്സി ചെമ്മണ്ണൂർ സിൻസ് 1863. ഇന്നിപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ആ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പേരാണ്. അത് ഒറ്റ ബ്രാൻഡ് നെയിമിലേക്ക് അദ്ദേഹം ചുരുക്കാൻ വേണ്ടി പോവാണ്. അതാണ് ബോബി. ഇനി നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് ബോബി എന്ന പേരിലാണ്. അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മളുടെ ഇത്രയും യൂട്യൂബേഴ്സിലെ ഈ ഒരു വലിയൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത് അല്ലേ, അഭിസംബോധന ചെയ്തത്. എനിക്ക് വട്ടായിന്നാ തോന്നുന്നത് ഈ റോൾസ് റോയ്സ് ആണ് ആ വിവാദമായിട്ടുള്ള, അല്ലെങ്കിൽ ട്രോളന്മാര് അങ്ങ് ആഘോഷിച്ച ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു താരല്ലേ? ആ ഇന്റർവ്യൂവിലെ താരല്ലേ ഇത് അല്ലേ? അതാണ് ഈ താരം. ഇപ്പൊ ഞാൻ നേരത്തെ പറയായിരുന്നു, കാരണം ഇത്രയും വില 14 കോടിയോ അത്രയും കോടി രൂപ വില മതിക്കുന്ന ഈ ഒരു റോൾസ് റോയ്സ് ബോബി സാർ 28,000 രൂപയ്ക്ക് ഡെയിലി റെന്റിന് കൊടുക്കുക എന്നാ പറയുന്ന ആളുകൾക്ക്. ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ചെന്നൈയിലും മറ്റുള്ള ആളുകളൊക്കെ ഇത്, മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ ഇത് കൊടുക്കുന്നത് ഡെയിലി റെന്റിന്. പക്ഷെ അദ്ദേഹം കൊടുക്കുന്നത് ഇത്രയും രൂപയ്ക്കാണ്. നോക്കൂ, ഇതിന്റെ ഡ്രൈവർ ആരാണോ അറിയില്ല. ഡ്രൈവർ ഇവിടെ ഉണ്ട്, അതാ ഞാൻ നോക്കിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ റോൾസ് റോയ്സിന്റെ മുമ്പിൽ ഇത് ഞാൻ ഇതിനെ കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണ്. ഫാൻസ് കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണ്. ഇതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ഓട്ടോ ബ്ലോഗിങ്ങിനെ സംബന്ധിച്ച് അത്ര ഐഡിയ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നില്ല. ഞാൻ അങ്ങനെ ഒരാളെ അല്ല. എന്നിട്ട് പോലും ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവണമെങ്കിൽ ഈ ഒരുപാട് ഈ ഓട്ടോ ബ്ലോഗേഴ്സ് ഒക്കെ എന്തുമാത്രം എക്സൈറ്റഡ് ആവുന്ന ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാ അല്ല കേട്ടോ, ഇവർക്കൊക്കെ വട്ടളക്കിയ പോലെ ഇതിലേ നടക്കുന്നത്. ഒരു രക്ഷയില്ല. നമുക്ക് ഇതിന്റെ ഡ്രൈവറെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ബോബി ചെമ്മണ്ണൂർ സാറിന്റെ സാരഥിയായിട്ട് കുറെ കാലം കൂടിയിരിക്കുന്ന നമ്മുടെ ആ പ്രിയപ്പെട്ട ഡ്രൈവറെ നമുക്ക് കിട്ടുമെന്നൊന്ന് നോക്കി വെക്കാം. ഓക്കെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഹമ്മറാണ്.